E-Promise presents Cake Gallery Focus. powered by Al-Saman Exchange. This program is sponsored by Gulf Echo in association with E-Promise is business software. സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Metro Medical Center, Ajman. Cake Gallery, Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Sharwa Restaurant, Salwa Road, Doha, Qatar. Ultra Life Logistics and Freight Services, Doha, Qatar. Ibn Al Haytham Center, Doha, Qatar. Akan Travels and Tours, Doha, Qatar. പെരിയാർ റൈസ് പാരമ്പര്യത്തിന്റെ തനതായ രുചി. Nationaloy General Trading LLC, Sharjah, UAE. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, മറിച്ച് സ്നേഹത്താൽ ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യും. ഫോക്കസിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശരവണ മിക്സ് സ്പെഷ്യൽ നെക്സ്റ്റ് ഫാമിലി ഈസ് റെഡി. സോ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഹലോ, ഹായ്. പേര് പറഞ്ഞോളൂ. സുനിൽ. നാട്ടിലെവിടെ? കണ്ണൂരാണല്ലേ. ഇപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ട്? 22 വർഷമല്ലേ. എവിടെ വർക്ക് ചെയ്യുന്നത്? സ്കൂളില്. ഓക്കെ. പേര് പറഞ്ഞു. അനുശ്രീ. എന്ത് പഠിക്കുന്നോ? എന്താണ്? വർക്ക് ചെയ്യണം ആണല്ലേ. ഓക്കെ. പേര് പറഞ്ഞോളൂ. റേച്ചൽ. ഏത് സ്കൂളിലാ? ഓ, വിച്ച് ക്ലാസ്? 2B. ഓ, ഓക്കെ. പേര് പറഞ്ഞോളൂ. റിയ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ജെംസിലാണ് അല്ലേ. എത്രാം ക്ലാസ്സിലാണ്? 8ലാണല്ലേ. ഓക്കെ. പേര് പറഞ്ഞോളൂ. ഓ, വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണല്ലോ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? Al-Amir English School, 5th-ലാണല്ലേ. മോളുടെ പേരെന്താ? മെഹർജ. നല്ല ഉടുപ്പൊക്കെ ഇട്ട് വയലറ്റ് എല്ലാം മാച്ച് ആയിട്ടാണല്ലോ സ്ലൈഡൊക്കെ അമ്മ കുത്തി തന്നതാ. ഓക്കെ. പേര് പറയും. ജീന. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. നാട്ടിലെവിടെ? ട്രിവാൻഡ്രത്താണല്ലേ. പേര് പറയും. ഷാബു. ഓക്കെ. സാർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അജ്മാനിലാണല്ലേ. ഇപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ട്? 8 വർഷം. 8 വർഷമല്ലേ. എങ്ങനെ ദുബായാണ് ഇഷ്ടം? നാടാണോ? ഇഷ്ടമാണ്. ഇവിടെ യൂസ്ഡ് ആയി അല്ലേ. ഓക്കെ. ഇത് ശരവണ ദോശ, ഇഡ്ഡലി, ഉത്തപ്പം മിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? കുഴപ്പമില്ല. എന്താ അറിയോ ശരവണ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ ശരവണ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, 1 GK ക്വസ്റ്റ്യൻ. ഓക്കെ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ഫണ്ണിയായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു അല്ലേ. GK ആയിപ്പോയല്ലോ. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ. പച്ച. എന്താ പറഞ്ഞ? ക്ലൂ. സുന്ദരിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, സാരി കൊടുത്ത്. ക്ലൂ ലാസ്റ്റേ പറയത്തുള്ളൂ. ഞാൻ ക്ലൂ തന്നാ പറഞ്ഞു എന്നാണ് അതിനർത്ഥം. ഞാൻ ഇവരോടും കൂടി ഒന്ന് പാസ് ചെയ്തേക്കട്ടെ. പറയാവോ? ഇല്ല. എന്തോ? ക്ലൂ തന്നാ പറയും. അപ്പൊ ആര് പറയും? ഓക്കെ. ക്ലൂ തരാം. ഈ വ്യക്തിക്ക് മഞ്ഞ നിറമായിട്ട്. ഓ, കറക്റ്റാണ്. ഒരു നല്ല കൈയടി കൊടുക്കും. പക്ഷെ ശരിക്കും അറിയില്ലായിരുന്നു. ക്ലൂ തന്നോണ്ടല്ലേ പറഞ്ഞത്. അപ്പോൾ സമ്മാനം പറഞ്ഞില്ലേ. ഓക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ശരവണ ഇഡ്ഡലി ഊത്തപ്പം മിക്സ് ശരവണ ഫുഡ് ഫാക്ടറീസിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയേറിയത് രുചിയേറിയതുമായ ശരവണ ഇഡ്ഡലി ഊത്തപ്പം മിക്സ് ആണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ശ്രീനാരായണ ഗുരു എന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഇവിടെയും പറഞ്ഞേനെ, പക്ഷെ അവിടെ പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞുകൊണ്ടാണല്ലേ. സാറില്ല, അടുത്ത പ്രാവശ്യം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ശരവണ മിക്സ് സ്പെഷ്യലിൻ്റെ ഇന്നത്തെ ഈ സെഗ്മെന്റ് ഇവിടെ പൂർത്തിയാകുന്നു. സീ യു നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം, സെയിം സെഗ്മെന്റ്. ഗുഡ് നൈറ്റ്. മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽപ്പ് പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സോഫോക്ലേസിന്റെ ഒരു വചനമുണ്ട്, മനുഷ്യൻ എന്നാൽ ശ്വാസോച്ഛ്വാസവും നിഴലും ചേർന്നതാണത്രേ. പൾമോ എന്ന ലാറ്റിൻ വാക്ക്, ന്യൂമോ എന്ന ഗ്രീക്ക് വാക്ക്, ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണെന്ന് ഹെൽപ്പ് പ്ലസിൽ വിശകലനം ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ പ്രശസ്ത പീഡിയാട്രീഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ. ഡോക്ടറെ ഹെൽപ്പ് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ ആസ്മ വളരെ ഒരു തലവേദനയാണ് മാതാപിതാക്കൾക്ക്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? ഒരു പരിധിവരെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുഞ്ഞുങ്ങളിലെ ആസ്മ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലല്ല, ആസ്മ എന്ന് പറയുന്ന എല്ലാം തന്നെ ഒരു പാരമ്പര്യത്തിൻ്റെ ഘടകമുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സിബ്ലിങ്സിനോ ആസ്മ ഉണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ആസ്മ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം വരണം എന്നില്ല.
ഇതിന് ചേർത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ടുള്ള ചില ഇൻട്രാക്ഷൻസ്. അപ്പോൾ അതിനൊരു ട്രിഗർ ഫാക്ടർ എന്ന് പറയും. ആസ്മ ഉണ്ടാകുന്ന കുട്ടിക്കാണെങ്കിൽ ഈ ഒരു ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പലതും ഉണ്ട്. നമുക്ക് ഈ റോഷിനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം, അതല്ലെങ്കിൽ പൊടി, ചില മോൾഡ് എന്ന് പറഞ്ഞാൽ ഫംഗസ്, സ്മോക്കിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ടൊബാക്കോ സ്മോക്കിംഗ് എക്സ്പോഷർ, അത് അവർ പുകവലിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നമുക്കൊരു ഒരു പാസീവായിട്ടുള്ള സ്മോക്കിംഗ്, മറ്റാരെങ്കിലും പുകവലിക്കുന്ന ഇത് അവിടെ ഇരുന്ന് നമ്മളത് പാസീവ് സ്മോക്കിംഗ് വന്നാലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് വളരെ ഈ പെയിൻറ്റിൻ്റെ മണം, പിന്നെ അതേപോലെ തന്നെ വേറെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ബോഡി സ്പ്രേ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ട്രിഗർ ഫാക്ടറാണ്. ആസ്മ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എല്ലാവർക്കും ഒരു വീസിങ് ആണ് ഉണ്ടാകുന്നത്. അതായത് അവന് തടസ്സം ഉണ്ടാകുന്നു, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു, കുട്ടി നെഞ്ചിൽ ടൈറ്റ്നസ് അനുഭവപ്പെടുന്നു, ചുമയുണ്ടാകുന്നു, ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ആസ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവാതെ തന്നെ രാത്രിയിലുള്ള ചുമ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലുണ്ടാകുന്ന ചുമ, ഇതും ആസ്മയുടെ ലക്ഷണം തന്നെയാണ്. ഒരു കാര്യം പ്രത്യേകം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ വീസിങ്ങും ആസ്മയല്ല. കുഞ്ഞുങ്ങളിൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ ശ്വാസകോശം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനിച്ച കുഞ്ഞിൻ്റെ ശ്വാസകോശം ഒരു 7-8 വയസ്സ് വരെ വളർന്നുകൊണ്ടിരിക്കുന്ന, അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പ് വരെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പറയുന്നത് ശ്വാസകോശം എന്ന് പറയുന്നത് വളരെ ഒരു വിൻ പൈപ്പ് ഉണ്ട്, അത് 2ആയി തിരിയുന്നു, ലങ്സിലോട്ട് പോകുന്നു, അവിടെ അനേകം പരശതം മില്യൺസ് ഓഫ് ട്യൂബ്സ് ഉണ്ടാകുന്നു. അതൊരു ബലൂൺ പോലുള്ള ഒന്നിൽ ചെന്ന് അവസാനിക്കുന്നു. അവിടെയാണ് ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, ഈ വായു ഓക്സിജൻ കൊടുക്കുന്നതും കാർബൺ ഡയോക്സൈഡ് മറ്റേ പുറത്തേക്ക് പോകുന്നതും ഒക്കെ ഇവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൽവിയോളൈ എന്നാണ് ഇതിന് പറയുന്നത്, ഈ എയർ സാക്ക് എന്ന് പറയുന്നത്. ഈ എയർ സാക്ക് ജനിക്കുന്ന ജനിച്ച ഉടനെയുള്ള കുഞ്ഞിനൊരു 17 മില്യൺ മുതൽ 50 മില്യൺ ആണുള്ളത്. പക്ഷേ ഒരു അഡൾട്ടിൽ അതുള്ളത് 300 മില്യണാണ്. അപ്പോൾ എത്ര ഇരട്ടി അത് കൂടുന്നു. ഇതുകൊണ്ട് തന്നെ ചെറിയ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ കുട്ടിക്ക് വീസിങ് വരാം. അതുകൊണ്ട് എല്ലാ വീസിങ്ങും ആസ്മയല്ല. ചില ഒരു പ്രീ സ്കൂൾ വീസ് എന്ന് പറയും. ഇത് ചിലപ്പോൾ ഒരു 5-6 വയസ്സ് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ലങ്സൊക്കെ വളരെയധികം നോർമലായിട്ട് വരുന്നു. അതോടുകൂടി തന്നെ ഈ ആസ്മ ചിലപ്പോൾ നിൽക്കാൻ സാധ്യത 80%-90% കുട്ടികളിൽ ഇത്തരത്തിലൊരു വീസിങ് നമ്മൾ ആസ്മയാണ് എന്നുള്ള നിലക്ക് തന്നെ കണ്ട് അത് ചികിത്സിക്കുമ്പോൾ ഒരു മാറിപ്പോവാറുണ്ട്. പക്ഷേ ഒരു 10-20% കുട്ടികളിൽ വീണ്ടും ഒരു അഡൾട്ടിൽ ആസ്മ വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ട്രിഗർ ഫാക്ടർ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് ഈ ആസ്മ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ പെൺകുട്ടികളാണെങ്കിൽ, അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ പീരിയഡ്സിൻ്റെ സമയത്ത്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തും ആസ്മ വരാറുണ്ട്. ഇതിൻ്റെ ചികിത്സയിൽ ഒരു 2 വാക്ക് എനിക്ക് പറയാനുണ്ട്. കാരണം ഇത് 2 തരത്തിലാണ് ഇത് ചികിത്സ. ഒന്ന്, ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കാനുണ്ട്. പിന്നെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ചികിത്സ ഉണ്ട്. ആ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇൻഹെയിൽ തെറാപ്പിയാണ്. അതല്ലാതെ ചില ടാബ്ലറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമ്മളൊരു 3 മാസം 6 മാസം ഒക്കെ കഴിച്ച് കുട്ടിയുടെ ആ ലങ്സിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ചിലപ്പോൾ മരുന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ നിർത്താൻ സാധിക്കും. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ പാറ്റേൺ ആണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആസ്മ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഇത് ഏറ്റവും വളരെ അണ്ടർ ട്രീറ്റഡും അണ്ടർ ഡയഗ്നോസിനുമായിട്ടുള്ള കണ്ടീഷനാണ്. ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് മറ്റു കുട്ടികളെ പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുക്കാൻ, ഈവൻ സ്പോർട്സിൽ വരെ അവന് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണ് വേണ്ടത്. E-Promise presents Cake Gallery Focus, powered by Alsaman Exchange. This program is sponsored by Gulf Echo. ePromise is one of the world's leading companies in business software. Once we have deployed this software, our financial departments are able to control the cost. ePromise ERP is the only enterprise management software which truly understands the need of construction and engineering industry. ePromise will be the right choice for you because it will make a tremendous impact in your business. എന്തിനേച്ചി ഇത്രയധികം സ്വാദുള്ള ദോശ ഇഡ്ലിയും കഴിക്കാൻ ശരവണയോളം മറ്റൊന്നുമില്ല ഊട്ടിയെ. 10 വർഷമായി ഞങ്ങൾ ഈ സ്വാദിനപ്പാ. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്, ക്വാളിറ്റി വിതൗട്ട് കോംപ്രമൈസ്. Nasanelloy General Trading LLC. That everyone has to go. One place, less money, guaranteed. Nasanelloy General Trading LLC. Sharjah, UAE. ഷർവ റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. ഖത്തറിൽ കേരളീയ ഭക്ഷണ രംഗത്ത് ഒരു പുതുപുത്തൻ വഴിത്തിരിവ്. സ്വാദോടെ ഭക്ഷണം കഴിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ഷർവ റെസ്റ്റോറന്റ്, സൽവാ റോഡ്, ദോഹ, ഖത്തർ. കോൾ 44683811. E-Promise presents Cake Gallery Focus, powered by Alsaman Exchange. This program is sponsored by Gulf Echo.
പേഴ്സണാലിറ്റീസിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദോഹ ഖത്തറിലുള്ള യൂറോടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മുഹമ്മദ് കല്ലാട്ടാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പേഴ്സണാലിറ്റീസിൻ്റെ ഈ സെഗ്മെൻറ്റിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഹൗ ആർ യു ഡൂയിങ് സർ? It's good. It's going on good. Yeah. യൂറോടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തറിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും. അല്ലേ? എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? യൂറോടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 2006 മെയ്യിലാണ് ഞങ്ങൾ യൂറോടെക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂറോടെക് ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ദോഹയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിലെ പ്രൊജക്ട് സപ്പോർട്ടിംഗ് ആണ് ഞങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. ലാസ്റ്റ് 1997 ഓൺവേർഡ്സ് ഞാൻ ദോഹയിലുണ്ട്. എൻ്റെ എക്സ്പീരിയൻസും ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസ് ബിസിനസ് തന്നെയാണ്. ഞാനൊരു 9-10 വർഷത്തോളം ഒരു എംപ്ലോയി ആയിരുന്നു. അതിനുശേഷം 2006 ഓൺവേർഡ്സ് ഒരു എംപ്ലോയർ എന്ന റോളിലേക്ക് എൻട്രി ചെയ്യാം. 100% എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ബാക്ക് ഫണ്ടോ അല്ലെങ്കിൽ ബാക്കപ്പ് ഫണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടായിരുന്നില്ല. 1997 ഓൺവേർഡ്സ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ആ ഇൻഡസ്ട്രിയുടെ ഒരു ഡെപ്ത്. ആ ഇൻഡസ്ട്രി ഈസ് എ വൈഡ് റേഞ്ച് ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇൻ ഗൾഫ് മാർക്കറ്റ്. അത് ഞാൻ ഡെപ്തായിട്ട് അതിനെ പഠിക്കാൻ ഞാൻ വലിയൊരു വിഷനോടുകൂടി ഞാൻ എന്നും സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. എന്നും ഒരുപാട് സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് എത്തുകയായിരുന്നു അപ്പോഴും. പിന്നെ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അന്ന് 1997-8 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദോഹ ബൂം ചെയ്തിട്ടൊന്നുമില്ല. ദോഹ ഈസ് ഗ്രോയിങ് സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റികൾ വന്നിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോഴും ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ എനിക്കിത് നഷ്ടപ്പെടുന്നില്ല, എനിക്ക് 100% അറിയായിരുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു വിഷൻ എനിക്കറിയായിരുന്നു, ഇതിൻ്റെ ഒരു വലിയൊരു ഫ്യൂച്ചറും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ 2004 തന്നെ ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനെ പോയി കാണുകയും എനിക്ക് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണമെന്ന് എൻ്റെ ഈ വലിയൊരു ജീവിതാഭിലാഷം അവരോട് പറയുകയും ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഞാൻ 2 വർഷം കൂടെ നിങ്ങളുടെ കൂടെ എംപ്ലോയി ആയിട്ട് ചെയ്യും. അതിനുശേഷം എനിക്കൊരു എംപ്ലോയർ ആണോ, അത് ഇൻ ദോഹ ഓർ ഇന്ത്യ എനിവർ, ബട്ട് എനിക്ക് എംപ്ലോയി ആയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളായിരുന്നു അവരും. ആ ഒരു പ്രീവിയസ് മാനേജ്മെന്റ് 50,000 റിയാലായിരുന്നു എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ 35,000 റിയാൽ ഞാൻ ഫർണിഷിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. 15,000 റിയാൽ വെച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ മന്ത് തന്നെ ഞാൻ 200,000 ബിസിനസ് ചെയ്തു. ദെൻ ഒരു 400, 500, 2000 എൻ്റെയോടുകൂടി ഞാൻ 1 million എന്നുള്ള രീതിയിലേക്ക് എൻ്റെ ബിസിനസ്സിനെ ഞാൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഷോർട്ട് മാൻ പവർ, എനിക്ക് 2 ഡ്രൈവേഴ്സും ഒരു സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക് എനിക്ക് എൻ്റെ ബിസിനസ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സെയിം ടൈം ഞാൻ 2006 ഇവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ തന്നെ ഞാൻ നാട്ടിലേക്കും ഞാനൊരു പാരൽ ബ്രിഡ്ജ് നാട്ടിലൂടെ ഉണ്ടായി. എൻ്റെ നാട് വയനാട്, നയന മനോഹരമായ കേരളത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തന്നെ പറയാം. വയനാട് അവിടെ മുട്ടിലാണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാരൽ ബ്രിഡ്ജ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കല്ലാട്ട് പെട്രോളിയം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫ്യൂൽ പെട്രോൾ പമ്പ് വയനാട് കേണിച്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ടായി. അത് എനിക്ക് എൻ്റെ ബ്രദറിൻ ലോൻ്റെ കൂടി സപ്പോർട്ട് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും ബ്രദറും കൂടിയിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടിൽ ചെയ്തിരുന്നത്. സാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പെട്രോൾ എന്ന് പറയുന്നത് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന്. കാരണം സാർ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും ഓയിൽ ആൻഡ് ഗ്യാസിന്റെ കമ്പനിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബിസിനസ് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും യു സ്റ്റാർട്ടഡ് വിത്ത് പെട്രോൾ. റൈറ്റ്? ഡെഫിനറ്റ്ലി. അത് കോയിൻസിഡൻഷ്യലി ആയിട്ട് വന്നിരിക്കുന്ന സംഭവം കൂടെയാണ്. അതിനുശേഷം ഞാൻ ഇവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എൻ്റെ അനിയൻ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MBA പഠിക്കുക. MBA എൻ്റെ വലിയ ഡ്രീമായിരുന്നു. അതെനിക്കോ എടുക്കാൻ കഴിഞ്ഞു. എൻ്റെ ഡ്രീമൊക്കെ ഞാൻ അനിയനിലൂടെയാണ് കൂടുതലായിട്ട് എനിക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആളെ ഞാൻ MBA എടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു ആളെയും കൂടി ഗൾഫിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗൾഫ് ഇപ്പം ആള് വേണ്ട, ഞാനുണ്ടല്ലോ ഗൾഫിൽ. ഒരു 2 years നാട്ടിൽ ഒരു ബിസിനസ് ഏതെങ്കിലും ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആഫ്റ്റർ 2 years വി ക്യാൻ ഡിസൈഡ് ഗൾഫ് വേണോ നാട് വേണോ എന്ന്. അങ്ങനെ എൻ്റെ അന്നും ഡ്രീം, അന്ന് ഞാൻ ലുലു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉദ്ഘാടനം അന്ന് 98 99 മറ്റോ ആണ് കറക്റ്റ് ഡേറ്റോ. അന്ന് എൻ്റെ മനസ്സിലൊരു ലുലു പോലത്തെ ഒരു ഔട്ട്ലെറ്റ് എന്തെങ്കിലും ഞാൻ തുറക്കണം, എന്തെങ്കിലും എനിക്ക് അതിലേക്ക് എത്തണം എന്നുള്ള ഡ്രീം എന്നും ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഡിസ്കസ്, ബ്രദറിൻ്റെ താല്പര്യം ബിൽഡേഴ്സ് എന്നുള്ള കോൺസെപ്റ്റായിരുന്നു. അവൻ്റെ ഫ്രണ്ട് സർക്കിൾ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അത് ഞങ്ങളൊരു 50 സെൻറ്റ് സ്ഥലം എടുത്തു. അപ്പോൾ ഞങ്ങളന്ന് ബിഗിനിങ് സ്റ്റേജാണ്. അപ്പം ബിസിനസ് ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അനിയൻ ജസ്റ്റ് MBA കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ബിസിനസ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്തേക്ക് തന്നെ ഞാനൊരു 1 million എന്നുള്ള റേഞ്ചിലേക്ക് എനിക്ക് എത്തിയിട്ടുണ്ട് ബിസിനസ്. അപ്പം ബിസിനസ് എനിക്ക് കോൺഫിഡൻ്റ് ആയി, എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും. ഐ ആം
capable to do this business. വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്തു. 10 കസ്റ്റമർ ഞങ്ങൾ ദോഹ, ദുബായ് എല്ലാം മാർക്കറ്റ് വെച്ച് ചെയ്തുകൊണ്ട് അത് കിട്ടി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് നല്ല ടൈമായിരുന്നു. ഈസി ആയിട്ട് കല്ലാട്ട് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്സ് അവിടെ ഫോം ചെയ്യാണ്. അതിന് പിന്നെ വയനാട്ടിലെ ഫസ്റ്റ് ഫ്ലാറ്റ് കോൺസെപ്റ്റുമായിട്ട് ഞങ്ങളാണ് വന്നിരിക്കുന്നത്. കല്ലാട്ട് അതുവരെ ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. ഇന്ന് വയനാട്ടിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലാട്ടിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 11 സ്റ്റോറി ബിൽഡിംഗ്, ഇന്നും ടോളസ്റ്റ് ബിൽഡിംഗ് ഞങ്ങളുടെ ബിൽഡിംഗ് തന്നെയാണ്. ഓക്കെ, ഒരു സക്സസ്ഫുൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ഒരു വിഷനിൽ ഒരു ബിസിനസ്സുകാരൻ എല്ലാ മേഖലയിലും അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കണം. അദ്ദേഹം നല്ലൊരു ലിസണർ ആയിരിക്കണം, നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം, നല്ലൊരു ടീച്ചർ ആയിരിക്കണം. എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരനായി മാറുള്ളൂ. ഒരു ലിസണർ അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവർ പറയാൻ ചാൻസ് കൊടുക്കണം. ഇപ്പം നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി മനസ്സിലാക്കാൻ എനിക്ക് പറ്റണം. അതർവൈസ് നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ ചാൻസ് തരില്ല. അപ്പൊ എന്നാൽ മാത്രമേ നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കുള്ളൂ. പിന്നെ നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം, പ്രൊഫഷണലി കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് സെക്കൻഡ് എൻട്രിയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സാറിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഒരുപാട് സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത മിസ്റ്റർ മുഹമ്മദ് കല്ലാട്ടിന് നമ്മളുടെ എല്ലാവരുടെയും വകയായിട്ട് ഞാൻ താങ്ക്സ് പറയാണ്. കാരണം ഇത്രയും ബിസി ഷെഡ്യൂളിലും സാറ് നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറി സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന റാസൽ കെയ്മിലുള്ള സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയുടെ മുമ്പിലാണ്. നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവും, സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയുടെ 9ാമത്തെ ഷോറൂമിൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവിടെ നല്ലൊരു ക്രൗഡൊക്കെ വന്നിട്ടുണ്ട്. സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളെ മാത്രമല്ല എല്ലാ നാഷണാലിറ്റീസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ബേക്കറിയാണ്. ഇത് മാത്രമല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇവർ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയുടെ ഈ പ്രത്യേകതകൾ, അതുപോലെ ഇവർ സ്വീറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് അകത്തുനിന്ന് നോക്കിയിട്ട് വരാം. ഹായ് സാർ, ഇപ്പോൾ UAE 9ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വളരെ ഹാപ്പിയാണ്. 9ാമത്തെ ഷോറൂം ഇപ്പോൾ ഇവിടെ റാസൽ കൈമയിൽ ഉദ്ഘാടനം നടന്നു. അടുത്തതായിട്ട് ഒമാനിൽ 2 കട എടുത്തിട്ടുണ്ട്. അറബി തരത്തിലുള്ള ഒരു ഫുഡാണ് കൊടുക്കുന്നത്. വളരെ ഹാപ്പിയാണ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ തന്നെ 9 ഔട്ട്ലെറ്റുകളായി കഴിഞ്ഞു സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിക്ക്. ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ? 1, 2, 3 ഷോപ്പ് കൂടി ദുബൈയിലിടണം. ദുബൈ, ഷാർജ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ. നാട്ടിൽ കേരളത്തിലേക്ക് ഈ സ്വീറ്റ് ആൻഡ് കേക്ക് ഗാലറിയുടെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? ഫ്യൂച്ചറിൽ ട്രൈ ചെയ്യണം. ഇപ്പം അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. E-Promise presents Cake Gallery Focus, powered by Al Saman Exchange. This program is sponsored by Gulf Echo. Cake Gallery, Airport Road, Abu Dhabi. Cake Gallery, Airport Road, Abu Dhabi. Phone 02446 9494. Sweet and Cake Gallery, Ajman, UAE. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം തികച്ചും താങ്ങാവുന്ന ചിലവിൽ. എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂവേമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽബദർ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696994. രാവിലെ 8:30 മുതൽ രാത്രി 11 മണി വരെ. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. 10 മണിക്കൂർ, ഇനി 8 മണിക്കൂർ. കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ശരവണ പൊട്ടിക്ക ഒഴിക്ക. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്.
Quality without compromise. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Ibn Al Haytham Center, Doha, Qatar. For hospital consumables and equipments. Ibn Al Haytham Center, Doha, Qatar. Call 44312283. Ultra Life Logistics and Freight Services, Doha, Qatar. Call 44860622. Akan Travels and Tours, Doha, Qatar. 24-hour service. Call 44354355. E-Promise presents Cake Gallery Focus. powered by Al Saman Exchange. This program is sponsored by Gulf Echo. ഷെർവ റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെർവ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇവിടുത്തെ റെസിപ്പീസ് ഒക്കെ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ ചായ മാത്രം ചോദിച്ചു വരുന്നവരുണ്ട്. ഒരു സ്പെഷ്യൽ ടീ തന്നെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നത്. അത് അടിക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും ഒക്കെ ഒരു സ്പെഷ്യൽ സ്റ്റൈലാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കണ്ടേ ആ ഒരു സ്പെഷ്യൽ ചായ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലുള്ള ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരവിടെ ഉണ്ടാക്കുന്നത്, അത് ആരുണ്ടാക്കിയിട്ട് എത്രയും കസ്റ്റമേഴ്സൊക്കെ ഇവിടെ കയറി വരുന്നതെന്ന് നോക്കണ്ടേ. സോ ഇന്ന് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത് ഷെർവ റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള തണിനാടൻ ചായയാണ്. നമുക്ക് നോക്കാം ആരാണത് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നത്. ആക്ച്വലി ഇവിടെ വലിയൊരു പാത്രവും അതുപോലെ കുറേ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ ടീ തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് പരിചയപ്പെടാം ആരാണ് ഈ സ്പെഷ്യൽ ടീ ഉണ്ടാക്കുന്ന ഒരാളെന്ന് നോക്കാം. ഹലോ, എന്താണ് പേര്? എൻ്റെ പേര് വിപിൻ. വിപിൻ ചേട്ടൻ നാട്ടിലെവിടെയാ? നാട്ടിൽ നെടുമ്പാശ്ശേരി, എറണാകുളം. ചേട്ടാ, ഈ ഒരു ടീക്ക് എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്ക് കൗ മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്യുവർ ആയിട്ടുള്ള പാല്. പ്യുവർ മിൽക്ക്. അത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കമ്പനിയുടെ, അത് ലീഡിംഗ് ബ്രാൻഡിന്റെ മിൽക്ക്, പ്യുവർ മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മള് വെള്ളം ഒട്ടും ഉപയോഗിക്കാറില്ല. പ്യുവർ മിൽക്കാണ്. ഒരു തരി പോലും നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടില് പഴയ ആളുകൾ ചെയ്തോണ്ടിരുന്നത് ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്? അതിന് മുമ്പ് ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ ചായ ഉണ്ടാക്കുന്ന ആളൊരു മജീഷ്യൻ കൂടിയാണെന്ന്. എന്നെ ഇനി വേറെ ആളൊന്നും ആക്കി മാറ്റത്തില്ലല്ലോ അല്ലേ? നല്ല പ്യുവർ ചായ തന്നെ തന്നേക്കണേ. ഓക്കെ, അപ്പൊ എന്തായാലും മജീഷ്യൻ ആയിട്ടുള്ള ആള് ആ ഫിംഗേഴ്സിന്റെ മാജിക് കൊണ്ട് ഉണ്ടാക്കുന്ന സ്റ്റൈലും ചായ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ മിൽക്ക് ഇതിന്റെ ഒരു സാധാരണ വീടുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ വേറെ കടകളിൽ യൂസ് ചെയ്യുമ്പോഴത്തേനും പാട കിട്ടുന്ന ഒരു തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം അത് പാട കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ ഒരിക്കലും അരിപ്പ യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളുടെ മിൽക്കിൽ പാട കിട്ടാൻ നമ്മൾ അനുവദിക്കില്ല. ഫുൾ ടൈം ഇത് പതിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഡബിൾ ബോയിൽഡാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പാല് പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 2 പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു പാത്രത്തിനുള്ള വെള്ളം, അതിന്റെ മേലെ പാലുള്ള പാത്രം. അതാണ് ഡബിൾ ബോയിൽ. അപ്പൊ ഇത് നമ്മൾ ഒരിക്കലും അടിയിൽ പിടിക്കില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അവർ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. നോക്കാം വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചായ സഞ്ചി. ഇത് വളരെ അപൂർവമായിട്ട് ചില തട്ടുകടകളിൽ അല്ലെങ്കിൽ കുറെ ആ പഴയ ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഗ്രാമങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് കാണാറുള്ളത്. പിന്നെ ഇത് നമ്മളുടെ സമാവർ എന്നാണ് ഈ എക്യുപ്മെന്റിന്റെ പേര്. സമാവർ. അപ്പൊ ഇതാണ് നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ തിളപ്പിച്ച പാലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചായപ്പൊടിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചായപ്പൊടി നമ്മൾ സാധാരണ നോർമൽ ലീഡിംഗ് ബ്രാൻഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ കട്ടി കൂടിയ തരി കൂടിയ ടൈപ്പ് ഡസ്റ്റ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ചായയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കാണണ്ടേ ആ തകർപ്പൻ സ്റ്റൈലൻ ചായ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് വിപിൻ ചേട്ടനോട് തന്നെ പറയാം. അതൊന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അടിച്ച് കാണിക്കാം. ഓക്കെ, അത് നമ്മൾ പാല് പതപ്പിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളുടെ അളവിനുള്ള എന്ന് പറഞ്ഞാൽ ഷർവയുടെ ഒരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പിക്ക് അനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്യും. നമ്മളുടെ ആ ലെവലിലുള്ള മിൽക്ക്. ഒരാൾക്ക് വേണ്ട ചായ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ചായ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ടിക്കേഷൻ. ഇത് ശരിക്കും പഴയ കാലങ്ങളിലുള്ള സ്റ്റൈലാണല്ലേ? ഇങ്ങനെ ചായ പഴയ ആ ഒരു സ്റ്റൈല് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇനിയാണ് നമ്മളുടെ മിക്സിംഗ്. ഞാൻ മാറിക്കട്ടെ, നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള മിക്സിംഗ്. ഓക്കെ, അത് നോക്കാം എങ്ങനെയാണ്. ഇത് നമ്മുടെ പഴയ നാട്ടില് പഴയ സ്റ്റൈലിൽ ചെയ്തുകൊണ്ടിരുന്ന സെയിം മിക്സിംഗ് തന്നെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനിയിപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ഷർവ സ്പെഷ്യൽ ആക്കുന്നു. ഈ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറയാൻ വരായിരുന്നു, എനിക്കിത് കണ്ടപ്പോ തോന്നിയത് ഐസ്ക്രീമിന്റെ ഒരു പ്രതീതി തോന്നിയത്, ഈ പദം മുകളിൽ ഇങ്ങനെ വൈറ്റ് കളർ ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ ഇത് കുടിക്കുമ്പോഴത്തേനും നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മളുടെ പഴയ നാട്ടിൻപുറത്തുള്ള ആ ഒരു സ്റ്റൈല് കുഞ്ഞു തട്ടുകടയിലൊക്കെ പോയിട്ട് ഒരു ചായ ഓർഡർ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇതാണ് ഷർവയുടെ സ്പെഷ്യൽ ചായ. ഷർവയുടെ സ്പെഷ്യൽ ചായ. താങ്ക് യു. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ എന്താണ് ഇതിനെ ഈ ചായ ഇത്രയും അധികം സ്പെഷ്യൽ ആക്കുന്നത്? ഡെഫിനറ്റ്ലി പ്യോർ മിൽക്ക്, വെള്ളം ചേർക്കാത്ത പാലിനുള്ള സ്വാദ് അത് എന്നും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, വിപിൻ ചേട്ടനെ പോലെയുള്ള ആൾ നല്ല സ്മാർട്ടായിട്ട് ചായ അടിച്ച് നമുക്ക് തരുമ്പോൾ ആ ചായ അടിപൊളി തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ ഈ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കുട്ടികൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഇവിടുത്തെ ചായയുടെ പ്രത്യേകത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു സിപ്പ് എടുക്കുമ്പോൾ മധുരം ഇല്ലാന്ന് തോന്നും. പക്ഷെ നമ്മൾ ഓരോ സിപ്പ് കഴിയും തോറും, ഓരോ പ്രാവശ്യം കുടിച്ച് കഴിയും തോറും നമുക്ക് വേണ്ട ഓരോ ആളുകളുടെ കറക്റ്റ് അളവിനനുസരിച്ചുള്ള മധുരം തന്നെ ആയിരിക്കും ആ ചായയിൽ. അപ്പൊ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചായ കുടിക്കുമ്പോൾ ഒട്ടും ഡൗട്ട് അടിക്കണ്ട, അതിന് നിങ്ങൾക്ക് പാകമായിട്ടുള്ള മധുരം അതിൽ ഓൾറെഡി ഉണ്ടാവും. പിന്നെ ആ പശു പാലിന്റെ ഒരു ഫ്രഷ്നെസ് ഈ ചായയുടെ സ്മെല്ലിൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ചായ തന്നെയാണിത്. എനിക്ക് തോന്നുന്നു ഖത്തറിലുള്ള ഓരോ മലയാളികളും അല്ലെങ്കിൽ ഓരോ ആളുകളും വന്ന് തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ചായ തന്നെയാണിത്. അപ്പൊ നമുക്ക് നമ്മുടെ വിപിൻ ചേട്ടനോട് ഒരു താങ്ക്സ് പറയാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ഇത്രയും സ്റ്റൈലായിട്ട് ഇത്രയും നല്ലൊരു ചായ അതും പ്യോർ ഫോമിൽ തന്നതിന് താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരു നൊസ്റ്റാൾജിയ ഫീൽ എല്ലാവർക്കും നമ്മുടെ ഗസ്റ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ നമ്മള് ബിരിയാണി ചായ, മെഡിക്കൽ ടീ, നമ്മളുടെ സാധാരണ വീട്ടില് അമ്മമാര് നമുക്ക് തരുന്ന പനി, ജലദോഷം ഇതുപോലുള്ള ചുക്ക് കാപ്പി, അതിന് മെഡിക്കൽ ടീ, ഷർവ സ്പെഷ്യൽ മെഡിക്കൽ ടീ കൂടി നമ്മള് ഇവിടെ കൊടുക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീ സ്പെഷ്യലിസ്റ്റ് തന്നെ പറയാം. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുമോ അതോ കുറെ ആൾക്കാർ എടുത്തോണ്ട് പോകുമോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു ചായക്കുള്ള സ്പെഷ്യാലിറ്റി ഞാൻ ഇനി വരുമ്പോഴും അതുപോലെ തന്നെ നിൽക്കട്ടെ. പിന്നെ ഖത്തറിൽ മാത്രമല്ല എല്ലാ എമിറേറ്റ്സിലും ഈ ചായ ഫേമസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം തീർച്ചയായിട്ടും പുതിയൊരു റെസിപ്പിയും പുതിയൊരു സെഗ്മെന്റും ഇതുപോലെ സ്പെഷ്യാലിറ്റി ഉള്ള ഒത്തിരി ഡിഷസുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരും. അതുവരെ all of you stay tuned and take care. Love you all. Bye-bye. E-Promise presents Cake Gallery Focus, powered by Al Saman Exchange. This program is sponsored by Gulf Echo. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? തീർച്ചയായിട്ടും പുതിയ സെഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ മെയിൽ ചെയ്യുക. മെയിൽ ചെയ്യേണ്ട മെയിൽ ID focus123@gmail.com. വീണ്ടും കാണാം മറ്റൊരു പുത്തൻ എപ്പിസോഡുമായി അടുത്ത ആഴ്ച. അതുവരെ ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്. ബൈ. E-Promise presents Cake Gallery Focus, powered by Al Saman Exchange. This program was sponsored by Gulf Echo in association with ePromise is business software. സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. Cake Gallery Airport Road, Abu Dhabi. Sweet and Cake Gallery, Ajman, UAE. Sharwa Restaurant, Salwa Road, Doha, Qatar. Ultra Life Logistics and Freight Services, Doha, Qatar. Ibn Al Haytham Center, Doha, Qatar. Akan Travels and Tours, Doha, Qatar. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി. Nasser Alloy General Trading LLC. Sharjah, UAE.